ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് DVD പരിചയപ്പെടാം. ഇത് ഇതെല്ലാം സെയിലിനുള്ളതാണ്. എല്ലാം ചെറിയ റേറ്റ്സ്, മൈനർ കംപ്ലയിൻസ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന മോഡൽ യമഹ YMC 700. ഇതെന്ന് പറയുന്നത് ഒരു AVR എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മീഡിയ കൺട്രോളർ എന്ന് പറയാം, ആംപ്ലിഫയർ എന്നും പറയാം. ഇതിൻ്റെ കറക്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഒരു വീഡിയോയിൽ ജസ്റ്റ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇത് ഡെഡ് കണ്ടീഷനാണ്. ഡെഡ് കണ്ടീഷൻ ആയേക്കണത് കസ്റ്റമർ 220 വോൾട്ട്, അതായത് ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം. അപ്പോൾ 110 വോൾട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ 220 വോൾട്ട് കൊടുത്തിട്ട് അതിൻ്റെ പവർ ബോർഡ് അടിച്ച് പോയിട്ടുണ്ടാവാനുള്ള മെയിൻ ചാൻസ്. ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് യമഹ ഒന്നുകൂടി കാണിച്ചിട്ടാൽ YMC 700. ഇതിൻ്റെ റേറ്റ് പുതിയതിനൊരു 40 to 60 ഇടയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ട് ടാക്സ്, ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എക്സ്ട്രാ വീണ്ടും കയറുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് സെയിലുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് ഫിലിപ്സിൻ്റെ ആണ്. ഫിലിപ്സിൻ്റെ മോഡൽ നമ്പർ കറക്റ്റ് ഇതേ ഇവിടെ DVP 3256. ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ബോഡി യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതിലിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രിയാമ്പ് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. USB ഇവിടെ കുത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തും ഉണ്ട്. ബ്ലൂടൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ മറ്റേ ചെറിയൊരു ബോർഡിൽ അത് ഓൾറെഡി ഇൻബിൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിൽ USB ഉണ്ടാവും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിയാമ്പ് നിങ്ങളുടെ വേറെ ആംപ്ലിഫയറിലേക്ക് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് അതിൻ്റെ ഇന്നായിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ 2 സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സോക്കറ്റാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നിങ്ങൾക്ക് വേറെ ആമ്പിൻ്റെ ഇന്നിലേക്ക് കൊടുക്കാം. ബ്ലൂടൂത്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കേസ്. ഇതിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. ഇത് നമുക്ക് സ്ക്രാപ്പ് കണ്ടീഷനിൽ കിട്ടിയേക്കുന്നതാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് സോണിയുടെ തന്നെയാണ്, DVP NS67P. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്കറിയില്ല. വർക്കിംഗ് കണ്ടീഷനല്ല, ഡെഡ് കണ്ടീഷനാണ്. ഫുള്ളി ഡെഡ് കണ്ടീഷനാണ്. നോക്കി ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 തന്നെ. പിന്നെയുള്ളത് കരാക്കെ എന്ന് പറഞ്ഞ മോഡലാണ്. കരാക്കയുടെ DMD 70. ഇത് പേര് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കണേന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ട്. ഇത് കുറച്ചുകൂടി പഴയ മോഡലാണ്. മൈക്ക് ഇൻപുട്ടും USB ഒരുമിച്ച് വരുന്ന ടൈപ്പാണ്. ഇതിൽ നമുക്ക് CD ഇട്ടുണ്ടെങ്കിൽ ഇത് ഓണായിട്ട് കിട്ടും, അതുപോലെ ഔട്ടായിട്ട് കിട്ടും. ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഇതും പ്ലഗ് ചെയ്തപ്പോൾ ഓണായിട്ടില്ല. ഇതും ഇമ്പോർട്ടഡ് മോഡലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസൈഡ് ചെക്ക് ചെയ്തിട്ടില്ല. ഇൻസൈഡ് ആംപ്ലിഫയർ സെക്ഷൻ ഇതിന് മുന്നത്തെ ഓണർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഫ്യൂസിൻ്റെ അല്ല, ഇതൊരു വോളിനോബ് പോലെ എന്തോണം സെറ്റ് ചെയ്തേക്കണേ. വേണമെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഴിച്ച് നോക്കണ വീഡിയോ സെപ്പറേറ്റ് ഇടാവുന്നതാണ്. ഒന്നും പിന്നത്തേക്ക് കേൾക്കുന്നില്ല, ഇപ്പോൾ തന്നെ തുറന്ന് കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ച പോലെ സാധനങ്ങളും ബോർഡുകൾ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളില്ല. ഞാനൊരു ട്രാൻസ്ഫോമറാണ് ഇവിടെ പ്രതീക്ഷ, പക്ഷേ അതിൽ പവർ സപ്ലൈ ബോർഡാണ്. പിന്നെ ഇവിടെ ഈ സ്പ്രിംഗ് സോക്കറ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ആംപ്ലിഫയർ ഉണ്ടാവുന്നു. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ സെക്ഷനൊന്നും ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോണിയുടെ ലെൻസ് ആയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അത് വർക്കിംഗ് ആണോന്ന് അറിയില്ല. എന്തായാലും 800-850 നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് ഡ്രോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില 500 രൂപ, മാക്സിമം 500 രൂപ. 500 രൂപയ്ക്ക് തരാവുന്നതാണ്. ഇതിൻ്റെ ഫ്രെയിമിൻ്റെയും ജസ്റ്റ് ഈ ബോർഡിൻ്റെ റേറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ലെൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വെറുതെ കിട്ടും. സോറി, ലെൻസ് അല്ല, ഈ CD സെക്ഷൻ. ഇത് സോണിയിൽ നിന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ്. ഇതിൽ 5.1 ഔട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിയാക്കി എടുക്കാൻ പറ്റുന്നവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കായിരിക്കും നല്ലത്. പൊളിച്ചടക്കാണ്ട് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ആമ്പ് ബിൽഡ് ചെയ്യാൻ ഒരു ക്ലീൻ ക്യാബിനറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്കുള്ളത് സോണിയുടെ കുറച്ച് കൊമ്പന്മാരാണ്. ഇത് രണ്ടും കൊമ്പന്മാരാണെങ്കിൽ ഇത് രണ്ടും കൊമ്പന്മാരാണ്. അപ്പോൾ ഇതും പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഓൺ ആവാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. രണ്ടിൻ്റെയും മോഡൽ നമ്പർ കാണിച്ചു തരാം. DVP NS575P, അടിയിലത്തെ DVP NS530. രണ്ട് ഏറെക്കുറെ സിമിലർ മോഡലാണ്. ഈ ഇരിക്കുന്നതും ഫുൾ സൈസാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടും 400 രൂപ. അതായത് ഇത് 400, ഇത് 400. എല്ലാത്തിൻ്റെയും ക്യാബിനറ്റിൻ്റെ പ്രൈസ് മാത്രം എക്സ്പെക്ട് ചെയ്യണല്ലോ. ഉള്ളിലുള്ള ഫുൾ പാർട്സ് നിങ്ങളുടെയാണ്. ബാക്ക് സൈഡ് ഇമേജ് പറഞ്ഞത് ഇതാണ്. രണ്ടിൻ്റെയും പറഞ്ഞത് സോണി കോർപ്പറേഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. ഇത് മുകളിലത്തെ മെയ്ഡ് ഇൻ മലേഷ്യയാണ്. അടിയിലത്തെ മെയ്ഡ് എവിടെയെന്ന് കാണുന്നില്ല. പിന്നെയുള്ളത് ഇത് സോണിയുടെ. ഇതും സോണിയുടെ തന്നെ S മാസ്റ്ററിൻ്റെ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വെർഷൻ. ഇതിൻ്റെ മോഡൽ നമ്പർ DAV TZ135. അടിയിൽ തന്നെ DAV TZ130.
ഇത് രണ്ടും മോഡൽ നമ്പറിലൊരു ഇത് 130 ഇത് 135 ആണ്. പക്ഷേ എല്ലാ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരുമാതിരി എല്ലാ സാധനവും ഏറെക്കുറെ സെയിം ആണ്. ചില മോഡലിൽ ഇവിടെ USB വരും, ചിലതിനുണ്ടാവില്ല. ഇവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ആയിരിക്കും. എല്ലാം ചെറിയ മോഡൽ നമ്പറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സ് അങ്ങോട്ടൊക്കെ എല്ലാത്തിനും ഏറെക്കുറെ സ്യൂട്ടബിൾ ആണ്. ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് വർക്കിംഗ് അല്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് എൻ്റെ പ്രൊഡക്റ്റാണ്, ഇതും നമ്മുടെ പ്രൊഡക്റ്റാണ്. ഇത് നന്നാക്കാൻ വേണ്ടി ഇത് വാങ്ങിയതാണ്. പക്ഷേ രണ്ടും സെയിം കംപ്ലൈൻ്റ് ആണ്. ഇത് നമുക്ക് അയച്ചു തന്നത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഈ മോഡൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോസ്റ്റ് സിമിലർ ആയിട്ട് കിട്ടിയത് ഇതാണ്. ഇത് വാങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട് നിന്ന് എന്താണ് ഒരു ചേട്ടൻ അയച്ചു തന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള രണ്ട് മോഡലാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആംപ്ലിഫയർ സെക്ഷൻ വരുന്ന മോഡലാണ്. ക്ലാസ് ഡി ഇപ്പം നമ്മൾ ക്ലാസ് ഡി കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാലങ്ങൾക്ക് മുന്നേ ക്ലാസ് ഡി ഇറങ്ങിയതാണ്. സോണിയുടെ ഒറിജിനൽ കോപ്പി റൈറ്റ് സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇതിൽ 130 എന്ന് പറഞ്ഞ മോഡൽ ഞാൻ അത്യാവശ്യം പണി പഠിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. അത്യാവശ്യം ഞാനത് കോളാക്കി വെച്ചേക്കണതാണ്. ഇത് ടച്ച് ചെയ്യാത്ത മോഡലാണ്. ഇത് ഫുൾ സെറ്റ് ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് അതേപോലെ തരാം. പിന്നെ സോണിയുടെ അതെ ചെറിയൊരു ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. എനിക്ക് മനസ്സിലായത്, ഞാൻ വലിയ ടെക്നീഷ്യനോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണി പിടിച്ച് കൊളാക്കി വെച്ചേക്കുന്ന സാധനമാണിത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഗ്യാദർ ചെയ്ത് ഇൻഫോർമേഷൻ വെച്ചിട്ട് എനിക്ക് കിട്ടിയ അറിവ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളി ഡെഡ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നും വരില്ല. ചില മോഡലുകൾക്ക് ഇവിടെ പുഷ് പ്രൊട്ടക്ടനോ അല്ലെങ്കിൽ നോ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞ് വരാം. അത് വേറെ മോഡൽ, അതിൻ്റെ കംപ്ലൈൻറ്റ് എനിക്ക് അറിയില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഫുള്ളി ഡെഡ് കണ്ടീഷനാണ്. ഫുള്ളി ഡെഡ് കണ്ടീഷൻ, പവർ ഓൺ ആവണില്ല, ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല എന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പവർ സെക്ഷനാണ് കംപ്ലൈൻറ്റ് എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ, ഒരു സെപ്പറേറ്റ് ഒരു 12 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു SMPS സെപ്പറേറ്റ് DVD കോമൺ DVD ഒരു പവർ സപ്ലൈ ബോർഡ് വെച്ചത് ശരിയാവുമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കില്ല. ഇതിൻ്റെ കോമൺലി ഈ ടൈപ്പ് DVD സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ ബോർഡ്. ഈ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് കുറേ ടൈപ്പ് വോൾട്ടേജ് വരും. നമ്മളിപ്പോൾ എല്ലാത്തിനും കുറേ ടൈപ്പ് വോൾട്ടേജ് വരും. ഇതിന് കുറച്ച് അധികം വരും. കണ്ടോ, ഇവിടെ കാണാണ്ടോന്ന് അറിയില്ല. -24 +12 വോൾട്ട്, ഗ്രൗണ്ട്, പിന്നെ ഗ്രൗണ്ട് 5 വോൾട്ട്, സ്റ്റാൻഡ് ബൈ BK 5 വോൾട്ട്, അതുപോലെ തന്നെ M5V ഗ്രൗണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് വരും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളതും അതെ, ഇപ്പുറത്ത് 32 വോൾട്ട് ഗ്രൗണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് പവർ വരും. ഇവിടെ STB എന്ന് എഴുതിയിരിക്കുന്നില്ല, സ്റ്റാൻഡ് ബൈ ആണ്. സ്റ്റാൻഡ് ബൈ വോൾട്ട് ഇതിൽ വന്ന് നിൽക്കും. ആ സ്റ്റാൻഡ് ബൈ വോൾട്ട് തൊട്ട് ഇപ്പുറത്തെ ബോർഡിലേക്ക് മാത്രം പോകും. സ്റ്റാൻഡ് ബൈ വോൾട്ട് മാത്രം ഇതിൽ കൂടെ കടന്നു പോകുള്ളൂ. ആ സ്റ്റാൻഡ് ബൈ വോൾട്ട് ഇവിടുന്ന് കടന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്നാപ്ഡ്രാഗൺ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ പറയില്ലേ, അതേപോലത്തെ കുറേ ചിപ്സെറ്റും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇവിടെ നിന്ന് ആ സ്റ്റാൻഡ് ബൈ വോൾട്ട് ഇതിൻ്റെ ഈ ലൈനിൽ കൂടെ കയറി ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് പോകും. ഫ്രണ്ട് പാനലിൽ പോയിട്ട് ഇവിടെ ഇതിൻ്റെ ഓൺ ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടുന്ന് ആ ഒരു സിഗ്നൽ കിട്ടി തിരിച്ചിതുപോലെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി അത് ഇവിടെ കൊടുക്കും. അത് എന്ത് പറയും, മൊയിലാളി അവിടെ പവർ ബട്ടൺ അമർത്തിയിട്ടുണ്ടെന്ന് പറയും, ഈ ബോർഡിനോട് ഒന്ന് പറയും. അങ്ങനെ ഈ ബോർഡ് ആ സ്റ്റാൻഡ് ബൈ വോൾട്ട് വന്നിട്ട് ബാക്കിയുള്ള എല്ലാ കണക്ഷനും ഓപ്പൺ ആക്കി വിടും. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓൺ ആക്കിയ സമയത്ത് ഇവിടെ സ്റ്റാൻഡ് ബൈ വോൾട്ട് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. സ്റ്റാൻഡ് ബൈ വോൾട്ട് മാത്രം നമുക്ക് ഇതിൽ വോൾട്ടേജ് കാണിക്കുള്ളൂ. അത് പിന്നെ ഇങ്ങനെ കയറി തിരിച്ചതേപോലെ വന്ന് ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇവിടെ എത്തിയതിന് ശേഷം മാത്രമാണ് ബാക്കി എല്ലാത്തിലും നമുക്ക് സപ്ലൈ കാണിക്കുള്ളൂ. അതായത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 24ഉം 12ഉം ഒന്നും കാണില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ സെക്ഷൻ. ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരിക ഒന്നുമില്ലെങ്കിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ സാധനം, ഇതിൽ ഏതൊരു സാധനമാണ് കംപ്ലൈൻറ്റ് വരിക. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഫേംവെയർ സ്റ്റോർ ചെയ്തേക്കണത് കറക്റ്റ് ആയേക്കണതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ചിലപ്പോൾ ഇതൊന്ന് ഹീറ്റ് ചെയ്ത് തിരിച്ചിതുപോലെ ഇട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെയർ കിട്ടാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇങ്ങനത്തെ നല്ലത് വർക്ക് ചെയ്യണ ഒരു ബോർഡ് സെപ്പറേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി റീപ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഈ സാധനവും. പക്ഷെ അതിനും സെയിം കംപ്ലൈൻറ്റ് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഡീസോൾഡർ ചെയ്യാൻ മാത്രമുള്ള കഴിവ് നോമിനില്ല. ഇത് എന്താ പറയുക, ഈ മൊബൈൽ കടയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഹീറ്റ് ബ്ലോവറൊക്കെ വെച്ചിട്ട് ഊരിയെടുത്ത് ചെയ്യേണ്ട സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അത്
എന്തായാലും നമ്മളെ കൊണ്ട് പറഞ്ഞ പരിപാടിയല്ല. പിന്നെ ഇതിന് മുന്നേ ആരോ ഇതിൽ കൈ വെച്ചിട്ടുണ്ട്. കാരണം കപ്പാസിറ്ററൊക്കെ ഇവിടെ ലോക്കൽ കപ്പാസിറ്ററാണ് കാണുന്നത്. ലോക്കൽ കപ്പാസിറ്റർ നല്ല തന്നെയാണ്, പക്ഷേ സോണിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോക്കലാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങടാണ് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. അതെ, അതിൻ്റെ 2 ചെറിയ IC-കളാണിത്. ക്ലാസ് D ടൈപ്പ് IC. അതിൻ്റെ ഹീറ്റ് സിങ്കാണ് ഞാൻ ഇവിടെ പൊതിന് വെച്ചേക്കണം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന സാധനമാണ്. അതിൻ്റെ ഹീറ്റ് സിങ്ക് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ IC ഇതേപോലെ കാണും. ഇതിൻ്റെ ഈ കാണുന്ന ഓഡിയോ IC-ക്ക് തന്നെ ഒരു ഓഡിയോ IC-ക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ മാർക്കറ്റ് റേറ്റ് വർക്കിംഗ് കണ്ടീഷൻ 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അത് സെക്കൻഡ് ഹാൻഡിന് ഒരേ റേറ്റ് തന്നെയാണ്, പുതിയതിന് ഒരേ റേറ്റ് തന്നെയാണ്. പുതിയത് ഒറിജിനൽ കിട്ടാനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ലോക്കൽ IC-ക്ക് സോണിയുടെ എന്ന് പറഞ്ഞാൽ ലോക്കൽ IC-ക്ക് പുതിയതിന് 1000. ഇനി സെക്കൻഡ് ഹാൻഡ് ഐറ്റംസിനാണെന്നുണ്ടെങ്കിലും അത് ഒറിജിനലായിരിക്കും. സെക്കൻഡ് ഹാൻഡ് ഇടുമ്പോൾ ഒറിജിനലായിരിക്കും, അതിനും 1000. അങ്ങനെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല മാർക്കറ്റ് റേറ്റ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയാൻ തന്നത്. പിന്നെ എന്താ പറയുക, ഇത് ക്ലാസ് D ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിത് ക്ലാസ് D ആണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് അനലോഗിൽ നിന്ന് ഡിജിറ്റൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ IC പ്രോസസ്സ് ചെയ്യുക. അതായത് നമ്മൾ മറ്റേ സാധാരണ ഒരു 20 TDI 2030 അല്ലെങ്കിൽ LM4444 4400 അങ്ങനത്തെ IC-യിലൊക്കെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്ത് അപ്പുറത്തേക്ക് തരും. പക്ഷേ ഇതിൽ ആ സെറ്റപ്പ് നടക്കില്ല. ഇത് ഡാറ്റ ബേസ്ഡ് IC-കളാണ് വരുന്നത്. അതായത് നമ്മളൊരു ലെഫ്റ്റും സാധാരണ ആംപ്ലിഫയറിൽ, ഇത് സോണിയുടെ ബാക്ക് സൈഡ് തന്നെയാണ് കാണിക്കുന്നത്. സാധാരണ ആംപ്ലിഫയറിൽ ഓഡിയോ ഇന്നിൽ റൈറ്റും ലെഫ്റ്റും ഓഡിയോ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് IC-യുടെ ലെഗിലേക്കാണ് പോവുക. അതായത് ഡയറക്റ്റ് IC-യിലേക്ക് കൊടുത്തിട്ട് IC ഒരു ഗെയിനും വെച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് സെപ്പറേറ്റ് തരും. പക്ഷേ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി അത് അനലോഗിനെ ഡിജിറ്റലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ഥലത്ത് അവിടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെയൊക്കെ പോയി ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പിന്നെ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഓഡിയോ IC-യുടെ ഉള്ളിൽ കൊടുക്കുന്നത് ലെഫ്റ്റ് റൈറ്റും ഗ്രൗണ്ടും അല്ല, വേറെ കുറേ എന്തൊക്കെയോ സാധനങ്ങളാണ്. IC വേണമെങ്കിൽ കാണിച്ചു തരാം. അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കണ ഈ യൂണിറ്റ് ഇവിടെയും എടുക്കണമെന്നുണ്ട് കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ വീണ്ടും പറയണു, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇതിൻ്റെ ടെക്നീഷ്യനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഓൺലൈനിൽ നോക്കി കണ്ടുപിടിച്ചത്, പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു മാത്രം. പിന്നെ ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിലൊരു 5 സ്പീക്കേഴ്സും ഒരു സബ്വൂഫറും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് പെർ ചാനലിൽ എങ്ങനെ പോയാലും ഒരു 50 വാട്ടിൻ്റെ മീതി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് പവർ സപ്ലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 വോൾട്ട് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. രണ്ടും ഈ ഇരിക്കണതും ഇത് 135 ആണ്, ഇത് DAV 130 ആണ്. രണ്ടിനും സെയിം കംപ്ലൈൻറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് രണ്ടിൻ്റെയും പവർ സപ്ലൈ ബോർഡ് രണ്ടും വർക്കിംഗ് ആയിട്ട് കിട്ടും. ഓഡിയോ IC ചെക്ക് ചെയ്തിട്ടില്ല. ഓഡിയോ IC മിക്കവാറും വർക്കിംഗ് തന്നെയായിരിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിയോ IC-ക്ക് 1000 രൂപയാണ് പറയണേ. നമ്മൾ ഈ സാധനം ഫുള്ളായിട്ട് 500 രൂപയ്ക്കാണ് തരണേ. എനിക്കത് കൂടുതൽ ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാരണമാണ്. ജസ്റ്റ് ഗിവ് അവേ പ്രൈസ് ആണ്. ക്യാബിനറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പവർ സപ്ലൈയുടെ പകുതി പൈസ പോലും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു റേറ്റിനാണ് ഈ സോണി നിങ്ങൾക്ക് തരണേ. ഇതൊരു 500 രൂപ കിട്ടിയാൽ ഈ സോണി കൊടുക്കും കേട്ടോ. സോണി DAV മോഡൽ നമ്പർ കേട്ടോ 135 നിങ്ങൾക്ക് ഒരു 500 രൂപ കിട്ടിയാൽ കൊടുക്കും. ഓക്കെ, സ്പെയർ എടുക്കാൻ മാത്രം പറ്റുള്ളൂ. നന്നാക്കി എടുക്കാൻ കഴിവുള്ളവർക്ക് നന്നാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെയുള്ളത് ഈ ഷാർപ്പിൻ്റെ വിശേഷങ്ങൾ. ഷാർപ്പിൻ്റെ ഇത് VCR ആണ് പറഞ്ഞത്. ഇത് സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ആകാംക്ഷ കൂടി ആക്രാന്തം മൂത്തിട്ട് അടിച്ചു പോയ സാധനമാണ്. ഇത് ഫുൾ വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് കിട്ടിയതാണ്. പക്ഷേ ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് പ്ലഗിൽ കുത്തിയപ്പോൾ ഇത് പുകഞ്ഞു. എന്തുകൊണ്ടാണ് പുകഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സാധനം കത്തിപ്പോയി. അതിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഷാർപ്പിൻ്റെ കുറച്ചധികം കളക്ഷൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ടിട്ട് ചെയ്യാം. അടുത്ത ദിവസങ്ങളിലായിട്ട് ഷാർപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ പ്രതീക്ഷിക്കാം. ഇത് സെയിലായിട്ടാണ് ഇതിന് വിളിക്കേണ്ടത്. ഇതിൻ്റെ അഡ്വാൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ആരും വിളിക്കേണ്ട, അതിൻ്റെ അഡ്വാൻസ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 8000 പറഞ്ഞു, അവസാനം 5000-ന് സെയിലായി. നന്നാക്കി എടുക്കാൻ പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ലക്കി പേഴ്സണാണ്. ഒറ്റയടിക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് കയ്യിൽ വരും നന്നാക്കാൻ പറ്റുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിലും കുറച്ച് ടൈം എടുത്താലും ഇറക്കിയതിൻ്റെ ഡബിൾ എന്തായാലും കിട്ടും, അത് കൺഫേമാണ്. അപ്പോൾ യമഹ സെയിലായി.
അപ്പോൾ ഇതാണ് കോൺടാക്ട് നമ്പർ. ആവശ്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ എല്ലാ DVD കൂടി ഒരുമിച്ച് എടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ടെക്നീഷ്യന്മാരൊക്കെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. മറ്റേ വിഷുവിന് പടക്കക്കട തുടങ്ങുന്ന പോലെയാണ്. 5 ഇറക്കിയ 10 ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് എല്ലാം വെച്ചേക്കണത്. എല്ലാം സ്ക്രാപ്പ് റേറ്റ്, നിസാര റേറ്റുള്ള സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ 9496988414. ബൈ. അപ്പോൾ ഇതാണ് ഐറ്റംസ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഫിലിപ്സ് ഉണ്ട്, സോണിയുടെ 1, 2, 3, 4 സോണീൻ്റെ ഉണ്ട്. പിന്നെ കരാക്കെ എന്ന് പറഞ്ഞ മോഡൽ, അതിൻ്റെ ഉള്ളിലും സോണിയുടെ DVD സെറ്റാണ് ഇരിക്കണത്. പിന്നെ എന്തുട്ടാ, അപ്പോൾ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ കറക്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് അതിനനുസരിച്ച് കുറച്ച് തരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും. കൊറിയർ ഫ്രീ ആയിട്ട് ചെയ്തു തരും, എല്ലാം കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് മാത്രം. അപ്പോൾ അതാണ് ഐറ്റംസ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.